നമസ്കാരം. വളരെയധികം ഞെട്ടലുളവാക്കുന്ന സംഭവം വെഞ്ഞാറമൂട് കൊലപാതകം. അതിൽ അഫാൻ ജയിലിൽ കഴിയുകയായിരുന്നു. അഫാന്റെ നില വളരെ ഗുരുതരമായി തുടരുന്നു. അഫാൻ ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ജയിലിൽ തന്നെ തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനൊടുവിലാണ് അഫാൻ വളരെയധികം ഗുരുതരമായ നിലയിൽ ഹോസ്പിറ്റലിലായിരിക്കുന്നത്. അഫാൻ കുറച്ച് നാളുകളായിട്ട് വളരെയധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. ആദ്യമൊക്കെ വളരെ ഗൗരവകരമായി ഒരു പ്രശ്നത്തെ നേരിടുന്നത് പോലെ യാതൊരുവിധ പ്രയാസങ്ങളൊന്നുമില്ലാതെ അഫാൻ കാണപ്പെട്ടു. പക്ഷെ പിന്നീട് ദിവസങ്ങൾ കഴിയും തോറും അഫാൻ്റെ മനോനിലയ്ക്ക് തന്നെ വ്യത്യാസം വരുന്നതായിട്ട് അറിയുവാൻ സാധിച്ചു. അഫാൻ്റെ പിതാവും മാതാവ് ഇന്നും ഗുരുതരമായി തന്നെ ഒരല്പം വിടുതലൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും തലയ്ക്ക് അതിഗുരുതരമായിട്ടുണ്ടായിരുന്ന പരിക്ക് മൂലം പൂർവ്വസ്ഥിതിയിലേക്ക് ഇന്നും വരാൻ സാധിച്ചിട്ടില്ല. പിതാവ് ഗൾഫിൽ നിന്ന് വന്ന് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളോടുകൂടി അവരുടെ ജീവിതം വളരെ ദാരുണകരമായ രീതിയിൽ മുൻപോട്ട് പോകുന്നു. പലരുടെയും സഹായത്തോടു കൂടിയുള്ള ജീവിതമാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബന്ധുക്കളായിരുന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ബന്ധുക്കളോട് അടുക്കുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ പലവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ അഫാനും ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ജയിലിനുള്ളിലെ വാസം അത്ര സുഖകരമായ രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവണം താൻ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഓർത്തുള്ള പശ്ചാത്താപം അഫാൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. കുഞ്ഞനുജനെ കൊലപ്പെടുത്തി, തന്നോട് ബന്ധുക്കളെ കൊലപ്പെടുത്തി, അങ്ങനെ പലവിധമായിട്ടുള്ള ആക്രമണങ്ങൾ ഒരു നിമിഷത്തെ നിന്നോ അതോ മാനസികമായിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങളിൽ നിന്നോ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വന്ന അഫാനെ ഇത്തരത്തിലൊക്കെ ചിന്തിപ്പിച്ചതെന്നറിയില്ല. തൻ്റെ കാമുകിയെയും കൊലപ്പെടുത്തി. ഇത്തരത്തിൽ അഫാൻ വളരെയധികം സംഘർഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും ലളിതമായി തന്നെ വളരെ ലഘുവായിട്ടൊരു കാര്യത്തെ സമീപിക്കുന്നത് പോലെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലിരുന്നപ്പോൾ അഫാൻ്റെ ഉത്തരങ്ങളൊക്കെയും. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ അഫാന് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് മാനസിക നില മാറിക്കഴിഞ്ഞിരുന്നു. അഫാന് ജീവിക്കണമെന്നുള്ള തോന്നലില്ല. തനിക്കിനി ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു ില്ല തന്നെ ഉപ്പയ്ക്കും വേണ്ട, ഉമ്മയ്ക്കും വേണ്ട, സഹോദരങ്ങൾക്ക് ആർക്കും വേണ്ട എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കണം അഫാൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിച്ചേർന്നത്. പല ആവർത്തി മരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതായിട്ട് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ജയിലിൽ അനുബന്ധിച്ച് തന്നെ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി കേൾക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ തൂങ്ങി മരിച്ച് ആത്മഹത്യയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അഫാൻ ശ്രമിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. അഫാൻ വളരെയധികം ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ അഫാൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. അഫാൻ്റെ നില ശരിയാകുമോ എന്ന് പോലും വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള പശ്ചാത്താപം ഇപ്പോഴാണ് അഫാന് ഒന്നൊന്നായി ഓർത്തെടുക്കുവാൻ സാധിച്ചത്. താൻ ചെയ്തു പോയത് എത്ര നീചകരമായിട്ടുള്ളൊരു പ്രവൃത്തിയായിരുന്നു എന്ന് അഫാൻ ഇപ്പോഴാണ് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയും തനിക്ക് തൻ്റെ ഒരു ഇല്ല എന്ന് അഫാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയും ജയിലിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അങ്ങ് എന്നുള്ള ചിന്ത ാവാം അഫാനുമായിട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ അധികം തെറ്റുകളിലേക്ക് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത് മനസ്സിലാക്കിയിട്ടെങ്കിലും ആ ഉമ്മ ഒന്ന് പിന്തിരിപ്പിച്ചിരുന്നെങ്കിൽ അഫാൻ ഇന്നും വളരെ നല്ല കുടുംബമായിട്ട് അവരിൽ ഒരു ആളുടെ പോലും ജീവൻ ഭൂമിയിൽ ബാക്കിയുണ്ടായിരുന്നേനെ. ചില തെറ്റുകളൊക്കെ മക്കൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ തിരുത്താനുള്ള മനോധൈര്യം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഉണ്ടായിരിക്കണം. പിതാവ് വിദേശത്തായിരുന്നു, അതുകൊണ്ട് തന്നെ പൂർണ്ണ ഉത്തരവാദിത്തം ആ മാതാവിനായിരുന്നു. മാതാവിൻ്റെ ഒരു അല്ലെങ്കിൽ ആഡംബര ജീവിതമോ എന്നൊക്കെ പിന്നീട് രോഗമായിരുന്നു കാരണമെന്ന് പറയുവാനിടയായി തീർന്നു. എന്തൊക്കെയായിരുന്നാലും തങ്ങളുടെ വരവിനനുസരിച്ചതിനേക്കാൾ ചെലവ് വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ പണ്ടേ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു കുടുംബം താറുമാറാകാതെ ജീവനോടെ ഇരുന്നേനെ.